വാർത്തയിലേക്ക് വിശദമായി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴിയെടുത്ത് ദേവസ്വം വിജിലൻസ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്ന് മൊഴിയെടുക്കലിന് ശേഷം പുറത്തുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. അങ്ങനെ ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു, എനിക്ക് ബ്രേക്ക് തന്നു, ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു. അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു. വിനോദ്, ദേവസ്വം ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ നോട്ടീസ് ലഭിച്ച എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് പൂർണ്ണമായിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണോ ലഭിക്കുന്ന വിവരങ്ങൾ? കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. വിനോദ് അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ്. വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. 4 മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി എന്നതാണ് മൊഴിയെടുക്കലിന് ശേഷം പുറത്തുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിക്കുകയും ചെയ്തു. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ഈ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിജിലൻസിന് മുന്നിലും ആവർത്തിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇത് താൻ ഏതെങ്കിലും തരത്തിൽ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ജയറാമിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ അത് വന്ന വഴിയിൽ വിശ്രമത്തിൻ്റെ ഭാഗമായി ഇറങ്ങി എന്ന കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വിജിലൻസിന് നൽകിയിട്ടുള്ള മൊഴി. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലും അത് താൻ കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണമുണ്ടായിരുന്നില്ല എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ചെമ്പ് തകടായിരുന്നു. ആ കാര്യവും ആവർത്തിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കാമെന്ന ഒരു കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. സ്പോൺസർ എന്ന നിലയ്ക്ക് തന്നെയാണ് എത്തിയത്. പക്ഷേ പലരിൽ നിന്നായി ഇതിൻ്റെ തുക കണ്ടെത്തുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നു, ദേവസ്വം ബോർഡിനെ ധരിപ്പിച്ചിരുന്നു. അതോടൊപ്പം നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവിടെ അന്നദാനം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി താൻ മുന്നോട്ട് പോയിരുന്നു. നിരന്തരം ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചത്. പക്ഷേ ഇതുകൊണ്ടായില്ല. കാരണം പ്രതിപക്ഷം ശക്തമായി ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. BJP സമരമുഖത്തേക്ക് എത്തുകയാണ്. ചൊവ്വാഴ്ച ക്ലിഫ് ഹൗസിലേക്ക് സമരം നടത്തുന്നു. BJPയും കോൺഗ്രസും ഒരുപോലെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം എന്ന കാര്യമാണ്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.